പ്രിയമുള്ള കണ്ണിച്ചോരയില്ലാത്തവരെ, പൊന്മുട്ടയിടുന്ന താറാവിനെയാണ് നിങ്ങൾ കൊന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 60% ആളുകൾ എതിർക്കുന്ന ഒരു നാടകക്കാരി 40% വോട്ടുമായിട്ടാണ് ഇവിടെ ഭരണം കൈയാളുന്നത്. ഇത് ഈ പഞ്ചായത്തിലെ മാത്രം പ്രശ്നമല്ല. ക്രമസമാധാനം താറുമാറാകും എന്ന് ഏതോ കൂതറകൾ പറഞ്ഞു പരത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തോറ്റു. എന്റെ ഷാപ്പും പൂട്ടിച്ചു. ഞാനും എന്റെ ഷാപ്പും ഇവിടെ നിലനിന്നിരുന്നെങ്കിൽ എന്റെ നല്ല കള്ളു കുടിച്ച് നല്ലവരായ കുടിയന്മാർ എവിടെങ്കിലുമൊക്കെ കിടന്നുറങ്ങിയേന്. അത് ഇവിടുത്തെ ക്രമസമാധാനം സുസ്ഥിരമാക്കുമായിരുന്നു. ബട്ട് പിന്നെ ഏതേലും ഒരു ഗ്രാമത്തിൽ ഏതേലും ഒരു കുഞ്ഞു ഷാപ്പ് ഈ ദ്രവ്യന് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. ഞാൻ പോവുകയാണ്. തൊഴിലറിയാവുന്നതിന് തൊഴിലാളി വേണ്ട, മുതലുള്ളവനും മുതലാളി വേണ്ട. വെള്ളം വിടണോ? എന്റെ ഉപജീവനമാർഗമാണ് ചാക്കേട്ട് വെള്ളത്തിടല്ലേ. കാര്യം പറയടി. നമ്മുടെ മോള് നമ്മുടെ കൈ വിട്ടു പോയി ശേഖരേട്ടാ. ഒന്ന് തെളിച്ചു പറയടി. ആ ചെത്തുകാരൻ ദുഷ്ടൻ എന്റെ മോളെ കൊണ്ടുപോയി. അനാവശ്യം പറയണ്ട. ആ മനുഷ്യൻ ഇപ്പൊ 2 കൈയും വീശി ഇവിടുന്ന് പ്രസവിച്ച് പോയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ മനുഷ്യന് നാണം കെടുത്താതെ ആ പറമ്പിലോ മുറ്റത്തെ പോയി നോക്ക്. പറഞ്ഞ പോലെ പോയി നോക്ക്. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. അക്കരെ നിന്ന് ഏത് സമയത്തും ആൾക്കാർ തേടി വരാം. 11:30 ബസ്സിന് നമുക്ക് ഇടുക്കിയിലേക്ക് പോവാം. പിന്നെ വെച്ചടി കയറ്റമായിരിക്കും. SSLC ബുക്ക് എടുത്തിട്ടുണ്ടോ? രാവിലെ ഒരു മുട്ടയും തരും, ചെവിയുടെ സ്വസ്ഥതയും കളയും. നശൂലം പിടിച്ചത് പോകട്ടെ. ഈശ്വര, ഇവിടെ പിന്നെയും കമ്മല് മാറിയോ? കഴിഞ്ഞ 15 വർഷം കൊണ്ട് നമ്മളിത് ഇട്ടുണ്ടോ നടപ്പ്. വെറും 15 ദിവസം കൊണ്ട് അവക്ക് വേറൊരു കമ്മല്. ഇവളൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല. ഈശ്വര, ഡോക്ടർ ജെയിംസ് അല്ലേ ഇത്? നമസ്കാരം. നമസ്കാരം. ഞാൻ നോക്കുകയായിരുന്നു പഴയ അന്തരീക്ഷം, ആ പഴയ വീട്, അതേ പെയിന്റിംഗ്, മുറ്റത്തെ ചെടികൾക്ക് പോലും ഒരു മാറ്റമില്ല. ആക്ച്വലി ഇപ്പോഴത്തെ ഈ റിസോർട്ട് കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാ. കൺഗ്രാറ്റ്സ് ശുഭലക്ഷ്മി. വീടൊക്കെ എങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു നേട്ടം തന്നെയാ. താങ്ക്സ് ഡോക്ടർ. എല്ലാം എന്റെ ഒരു നിർബന്ധത്തിലാ. ഭാർഗവേട്ട എന്നും പറയും വീട് പൊളിച്ചു പണിയാം, പെയിന്റ് ചെയ്യാന്നൊക്കെ. ഞാനൊന്നിനും സമ്മതിക്കില്ല. ഡോക്ടർ വരണം. ഇരിക്കൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ നോ താങ്ക്സ്, ഒന്നും എടുക്കണ്ട. എന്നാലും അതല്ലല്ലോ, എത്ര കാലം കൂടിയായി വരവ്. ചായയും കായ്പൊന്നും കുടിച്ചൂടാ. ഇനിയിപ്പോ നിർബന്ധമാണെങ്കിൽ നോക്കാം. ഞാൻ എടുക്കാം ഡോക്ടർ. ഡോക്ടറുടെ വൈഫ് ആള് കോഴിക്കോടായിരുന്നു, ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മോളെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഗുഡ്. അല്ല, ഡോക്ടറെ കണ്ടില്ലല്ലോ, ഇവിടെ ഇല്ലേ ആള്? ഞാൻ എന്റെ മോളുടെ കല്യാണം അറിയിക്കാൻ വന്നതാ. അത് ഡോക്ടർ ഇപ്പൊ വരും. നല്ല നാടൻ ചെമ്മീൻ കൂട്ടിയിട്ട് കാലം കുറയെന്ന് ഞാൻ പറഞ്ഞു കേട്ടപ്പോ ഇപ്പൊ കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയതാ. ഇപ്പൊ വരും കേട്ടോ. ഇരിക്കൂ, ഞാൻ അപ്പോഴേക്ക് ചായ എടുക്കാം. ശരി. സാറിന് എന്താ വേണ്ടേ? നല്ല ഉണക്ക അയില, ഉണക്ക പരവ, ഉണക്ക ചൂട, ഉണക്ക മാന്തൽ, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. സാറത് ഉണക്ക സ്രാവുണ്ട്, അല്ല നല്ല ഉണക്ക അയില എടുക്കാം. പച്ചക്കായ ഇട്ട് കറി അങ്ങോട്ട് വെച്ചാൽ നല്ല ആട്ടിറച്ചി കറി മാറി നിൽക്കും. എന്നാ അതെടുത്തോളൂ.
എന്റെ മോളുടെ കല്യാണം പോലൊരു വിശേഷാവസരം വരുമ്പോൾ ഞാൻ നേരിൽ ക്ഷണിക്കേണ്ട VIP-കളുടെ കൂട്ടത്തിലാ ഹോമിയോ ഡോക്ടർ ഭാർഗവൻപിള്ള സാറും കുടുംബവും. അദ്ദേഹം എന്റെ ഗുരുസ്ഥാനീയനാണ്. മകളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിരുന്നില്ലേ? ആ, അവളിപ്പോ നാഗാലാൻഡിലെ ഏറ്റവും വലിയ ഹാർട്ട് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാ. ലവ് മാരേജാ? വേണമെങ്കിൽ അങ്ങനെയും പറയാം, ലവ് അറ്റ് ഫസ്റ്റ് സെറ്റ്. പക്ഷെ അവളോടത് തോന്നിയത് പയ്യന്റെ വല്യപ്പച്ചനാണെന്ന് മാത്രം. നാഗാലാൻഡ് ഗവർണർ KC വർഗീസ് മലയാളിയാ. കാർഡിയാക് സംബന്ധമായ കാര്യങ്ങള് മോളായിരുന്നു നോക്കിയിരുന്നത്. ഒരു ദിവസം ഗവർണറുടെ വിളി എനിക്ക്, തന്റെ മകളെ എന്റെ കൊച്ചുമോന് തന്നൂടെന്ന്. കേന്ദ്രമന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ ഉണ്ടാകുമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും ആളുകൾ വേണ്ടേ? ആ, നേരത്തെ തന്നെ എത്തിയേക്കണം, മക്കളെയും കൂട്ടണം. ആ, എത്തി. ആഹാ, ഇതാരത്? എടാ ജെയിംസേ, നീ എന്നെ മറന്നില്ലല്ലേ? ഹോമിയോപ്പതിയുടെ പിതാവ് ഡോക്ടർ ഹാനുമാനെ മറന്നാലും ആചാര്യൻ ഭാർഗവൻപിള്ള സാറിന് മറക്കാനൊപ്പോ? എന്റെ മകളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നത്. വിവരങ്ങളെല്ലാം മിസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. വരുന്ന തിങ്കളാഴ്ച നമ്മൾ ഡോക്ടേഴ്സിന് വേണ്ടി മാത്രം ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഭാര്യയും മക്കളെയും കൂട്ടി നേരത്തെ തന്നെ വരണം. അതിലിപ്പോ എന്താ സംശയം? ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. അത് പറ്റില്ല, ഊണ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ വിടും. ഇനി ഒരിക്കലാകാം സുബലക്ഷ്മി. നല്ല ചെമ്മീൻ കറി കൂട്ടി ഊണ് കഴിഞ്ഞിട്ട് പോവാം. ഒരു 10 മിനിറ്റ്. സുബലക്ഷ്മി, അല്ലല്ല, എനിക്കിനി കുറച്ച് ആൾക്കാർ കൂടെ ക്ഷണിക്കാനുണ്ട്. അതുകൊണ്ട് അതെ, അരപ്പൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഇടുക, തിളപ്പിക്കുക, താളിക്കുക, ഊണ് റെഡി. എന്റെ സുബലക്ഷ്മി, ഡോക്ടർക്ക് തിരക്കുണ്ടെന്ന്. വേറെ 2-3 ആൾക്കാരെ കാണാനുണ്ട്. എന്ത് തിരക്ക്? ഡോക്ടർ ഇതുവരെ വന്നിട്ട്. പിന്നെ ഒരിക്കൽ വരാന്ന്, അപ്പൊ ഊണ് കഴിച്ചാ പോരെ? നിങ്ങൾ പണങ്ങണ്ട, ഇനി ഒരിക്കൽ വന്ന് ഞാൻ ഊണ് കഴിച്ചോളാം, പോരെ? ഓ മതി. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ. ഡോക്ടർ എന്തിനാ വന്നേന്ന് പറഞ്ഞ? കല്യാണം ക്ഷണിക്കാൻ. ഡോക്ടർ കല്യാണം കഴിഞ്ഞില്ല. ഇത്തിരി കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ ആ ജെയിംസിന് നല്ല ചെമ്മീൻ കറി കൂട്ടി ഊണ് കൊടുക്കായിരുന്നു. പക്ഷേ കഷ്ടായിപ്പോയി. ഇതെന്തത്? അയിലല്ലേ? ഇതാണോ നാരൻ ചെമ്മീൻ? അല്ല, അത് എന്റെ ഈശ്വര, ആ ജെയിംസിന്റെ മുമ്പിൽ എന്റെ മാനം പോയന്. ഭാർഗവന് എപ്പോഴും ഭാർഗവന്റെ കാര്യ. ഞാനും എന്റെ മക്കളും ഈ സാധനം കൈകൊണ്ട് തൊടില്ലാന്ന് അറിയില്ലേ? അതെങ്ങനെയാ? കുട്ടിക്കാലത്ത് നല്ലത് വല്ല തിന്ന ശീലം വേണ്ടേ? ചക്കയും മാങ്ങയും ചേനയും ചേമ്പും. അല്ല, നാരൻ ചെമ്മീന് കിലോന് 400 രൂപയാന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളൊന്ന് കാളി. നാരൻ ചെമ്മീന് പകരം കിട്ടിയൊരു ശാദനം. ഈശ്വര, ഉച്ചക്ക് ഞാനും മക്കളെ എന്ന് കൂട്ടി ഊണ് കഴിക്കും? ഇങ്ങർക്കൊരു പച്ചോളം കിട്ടിയാൽ മതിയല്ലോ 1.5 അടങ്ങഴി ചോറുണ്ണാൻ. അതല്ല ശീലം. വരൂ, ഊണ് കഴിക്കാം. എനിക്കിപ്പോ വേണ്ടടോ. ഭാർഗവേട്ടാ, നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് ഞാൻ എന്തേലും ചെയ്യോ? ദേ, ഉണക്കയിലെ കായയിട്ട് നല്ല കറി വെച്ചിട്ടുണ്ട്. വരൂ. പിന്നെ ജെയിംസ് വന്ന് കല്യാണം ക്ഷണിച്ചതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിലിപ്പോ എന്താ ഒരു അഭിപ്രായം? അതിപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല. ഞായറാഴ്ച ഇബ്രാഹിം കുട്ടിയുടെ മോളുടെ കല്യാണം, തിങ്കളാഴ്ച ജെയിംസിന്റെ മോളുടെയും. ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിലെ കല്യാണം പിന്നെ കാര്യാക്കണ്ട. പക്ഷേ ജെയിംസിന്റെ ഫംഗ്ഷന് നമ്മൾ എങ്ങനെ പോവും? ഇവിടുന്ന് ഒരു ഓട്ടോ കയറി കടത്തി ചെന്നാ അക്കരെ എത്താം. അവിടുന്ന് ഇഷ്ടംപോലെ ബസ്സില്ലേ? അതാണോ ഞാൻ പറഞ്ഞേ? ഭാർഗവേട്ടനും എനിക്കും മക്കൾക്കൊക്കെ ഉടുത്തൊരുങ്ങാൻ നല്ല വസ്ത്രങ്ങൾ വേണ്ടേ? ഇവിടെ അലമാരി നിറയെ ഇരിക്കുന്നൊന്നും വസ്ത്രങ്ങളല്ലേ? തലേണ നിറയ്ക്കാൻ പാകത്തിനിരിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടാ ഈ 3 ദിവസം നടക്കുന്ന ഘോഷമായ കല്യാണത്തിന് പോകുന്ന. എന്റെ ഭാർഗവേട്ട, ആ സദസ്സിൽ ചെന്ന് ഇറങ്ങണമെങ്കിൽ മിനിമം നമ്മളൊരു ടാക്സി പിടിച്ചെങ്കിലും പോണം. വിലപിടിപ്പുള്ള എന്തെങ്കിലും സമ്മാനം ഉണ്ടാവണം. സുബലക്ഷ്മി, നീ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോ ഞാൻ ഓടിച്ചെല്ലണത് ആ ചിട്ടിക്കാരുടെ അടുത്തേക്കാ. കഴിഞ്ഞ മാസം ചിട്ടി പിടിച്ചുകൊണ്ട് അവരിനി സഹായിക്കില്ല. നീ പറയുന്നതിനൊക്കെ വേറൊരു മാർഗം എന്റെ മുമ്പിൽ ഇല്ല. ഭാർഗവേട്ടൻ പറയുന്ന കേട്ട അവിടെ എത്തുന്ന ഡോക്ടേഴ്സിന്റെ മുമ്പിൽ ഞാനും എന്റെ മക്കളും നാറും. ഇനി അഥവാ കല്യാണത്തിന് പോയില്ലെങ്കിൽ ഭാർഗവേട്ടൻ നാറും. എന്താന്ന് വെച്ചാൽ ആലോചിച്ചാൽ മതി. ഭാർഗവേട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കും വേണ്ട.
ഇത് ആരാ വന്നിരിക്കുന്നേ? ഡോക്ടറോ? ഇതെന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? എന്തായാലും സന്തോഷായി. വസുമതിയെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. നമ്മുടെ ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള സാറ്. നീ കുടിക്കാൻ എന്താന്ന് വെച്ചാ എടുത്തോളൂ. ഈശ്വര, ഇങ്ങനെ ബഹുമാനിച്ച ഞാൻ എങ്ങനെ കടം ചോദിക്കും? ഡോക്ടർ ഇരിക്ക. എത്ര നാള് കൊണ്ടുള്ള മുട്ടുവേദനയാ. അന്ന് ഡോക്ടർ കൊടുത്തയച്ച ഒരു പടുതി മരുന്നുകൊണ്ട് മാറിയതാ. ഇപ്പതേ വീണ്ടും. അതെ, ഞാൻ വന്നതൊരു അത്യാവശ്യ കാര്യത്തിനാ. എനിക്കൊരു 25,000 രൂപ വേണമായിരുന്നു. ഡോക്ടർക്ക് 25,000 രൂപക്ക് ബുദ്ധിമുട്ടോ? കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ചോദിച്ചതാ. പലിശ എത്ര വേണ്ടേന്ന് വെച്ചാ തരാം. എന്റെ ഡോക്ടറെ, എന്റെ കയ്യിലൊരു നയാ പൈസ ഇല്ല. ഇപ്പതേ 2 ആള് പണ്ടവും കൊണ്ട് വന്നിട്ട് പണമില്ലാണ്ട് തിരിച്ചയച്ചു. പെട്ടെന്ന് ഡോക്ടർ വന്ന് ചോദിക്കുമ്പോ ഞാനിപ്പോ എന്താ പറയാ? അല്ല, പപ്പുപിള്ള വിഷമിക്കണ്ട. ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടർ, ഓ വെള്ളം. വേണ്ട. ഡോക്ടറെ ഒന്ന് നിക്ക. ഡോക്ടറെ അങ്ങോട്ട് വെറും കൈയോടെ വിടാൻ മനസ്സ് വരണില്ല. ഇവിടെ എന്റേതല്ലാത്ത കുറച്ച് പണം ഇരിപ്പുണ്ട്. അത് ഞാൻ അങ്ങോട്ട് തരാം. പക്ഷേ ഉടമക്കാരൻ വന്ന് ചോദിക്കുമ്പോ ഒരീടില്ലാതെ എന്താ ഇപ്പൊ ചെയ്യാ? ഡോക്ടർക്ക് വിരോധമില്ലാന്ന് വെച്ചാ ആ സ്കൂട്ടർ അങ്ങോട്ട് മാറ്റി വെച്ചാ എനിക്ക് പറഞ്ഞു നിൽക്കായിരുന്നു. എത്രയായി? 50 രൂപ. ഇതാ. സുബലക്ഷ്മി, ഇതെവിടെ? സുബലക്ഷ്മി, ഹായ് അച്ഛാ, എന്തൊക്കെയാ വാങ്ങി വന്നിരിക്കുന്നേ? അമ്മേ, ദേ അച്ഛൻ വന്നു. ശ്യാംകുട്ട, ഓടി വാടാ. അച്ഛൻ നോക്കിക്കോ, ജെയിംസ് അങ്കിളുടെ വീട്ടിലെ കല്യാണത്തിന് നമ്മളൊരു കലക്ക് കലക്കും. ഹായ്, എന്ത് രസം അമ്മയുടെ സാരി കാണാൻ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇതൊക്കെ ഒന്ന് വാങ്ങാൻ ടൗൺ വരെ പോയതാ. അച്ഛാ, തിന്നാനൊന്നും വാങ്ങിയില്ലേ? ഇതാ എന്റെ സാരി. അപ്പൊ സാരി എടുക്കാനൊക്കെ ഭാർഗവന് അറിയാം. ഈശ്വര, എന്ത് രസം മുന്താണി. ഞാനൊന്ന് കണ്ണാടി നോക്കട്ടെ. ഇത് നമുക്കുള്ളതാ. നിന്റെ ഭാഗ്യായി ഭാർഗവൻ. ആ മനുഷ്യനെ കെട്ടിയില്ലായിരുന്നെങ്കിൽ പിന്നെ നിന്നെ എന്തിനു കൊള്ളായിരുന്നു. അമ്മേ, കലക്കി. എന്താ ഒരു സ്റ്റൈല്. മതി മതി, രണ്ടാളും പോയി അഴിച്ചു വെക്ക്. കല്യാണത്തിന് കൊടുക്കാം. വാടാ. അല്ല, നമ്മുടെ വണ്ടിയിലല്ലേ വന്നത്? ശബ്ദം കേട്ടില്ല. വണ്ടിക്ക് എന്തോ ഒരു ട്രബിള്. ഞാനത് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു. കുറച്ചു ദിവസം അവിടെ ഇരിക്കട്ടെ. വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കുക. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഗിഫ്റ്റുകളൊന്നും വേണ്ടിയിരുന്നില്ല ഭാർഗവേട്ട. മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി ചെല്ലുമ്പോ മറ്റുള്ളവർ നമ്മുടെ കയ്യിലും കഴുത്തിലും ഒക്കെ നോക്കും. അതാ നാണക്കേട്. വെള്ളം വെള്ളം വെള്ളം.
സുബലക്ഷ്മി, ഞാനിതൊക്കെ എങ്ങനെയാ സംഘടിപ്പിച്ചതെന്ന് നിനക്കറിയില്ല. അയ്യോ ഭാർഗവേട്ട, സ്വർണം വാങ്ങാനൊന്നും അല്ല ഞാൻ പറഞ്ഞേ. ഈ മാല ഇട്ടോണ്ട് പോവേണ്ടി വരില്ലോ എന്ന് ആലോചിച്ചപ്പോ അയലത്തെ തങ്കമണിയുടെ കഴുത്തി കിടക്കണ 10 പവന്റെ മാല ഒന്നും എരിവ് വാങ്ങിയാലോ എന്നോ. അല്ലേലും ഞാനൊരു കുഴപ്പക്കാരിയാ, അത്യാഗ്രഹിയായൊരു പാഴ്ജന്മം. അണിഞ്ഞൊരുങ്ങി 4 പേരുടെ മുമ്പിൽ പോവാൻ ഒരു തരി പൊന്നില്ലാത്ത വിഷമം ഇവിടെ ആർക്കും മനസ്സിലാവില്ലല്ലോ. സുബലക്ഷ്മി, വേണ്ട ഭാർഗവേട്ട, ഞാനൊന്നും ഭാർഗവേട്ടനെ വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ. വേണ്ട, എനിക്കൊന്നും വേണ്ട. അതിന് ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ തങ്കമണിയുടെ കയ്യിൽ നിന്നും ആ 10 പവന്റെ മാല അരവ് വാങ്ങിച്ചോ? ഞാനെങ്ങനെ ചോദിക്കാനാ? ഭാർഗവേട്ടൻ ചെന്ന് അവള് തരും. ഞാനോ? ഞാൻ പറയുന്ന പോലെ അവിടെ ചെന്ന് പറഞ്ഞ അവൾ അപ്പ ഊരി തരും ആ മാല. അത് വേണോ സുബലക്ഷ്മി? അത് വേണം, എനിക്ക് വേണ്ടിയിട്ടല്ലേ. വാസുസാറേ, തങ്കമണി, വാസുസാറേ, വാസുസാറേ. ആരാ അത്? ഞാനാ, ഭാർഗവൻ പിള്ള. തങ്കമണി ഒന്നും ഇങ്ങോട്ട് വന്നേ. ഡോക്ടറായിരുന്നോ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിനാ വന്നേ. സുബ്ബലക്ഷ്മിയുടെ ഗോൾഡ് മുഴുവൻ ബാങ്ക് ലോക്കറില. കല്യാണം ഉള്ളത് കൊണ്ട് ഞാൻ അത് ഇന്ന് എടുത്തു കൊടുക്കാന്ന് ഏറ്റിരുന്നതാ. പക്ഷേ ബാങ്ക് ടൈം കഴിഞ്ഞു, ഞാനത് മറന്നും പോയി. അയ്യോ കഷ്ടായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ വിവരം അവൾ അറിഞ്ഞാ എന്നെ കൊല്ലും. തങ്കമണി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡോക്ടർ പറഞ്ഞോളൂ. വിരോധമില്ലെങ്കിൽ തങ്കമണിയുടെ കഴുത്തി കിടക്കുന്ന ആ ഷോമാലൊന്ന് തന്നാ. അയ്യോ ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? ദേ ഇപ്പൊ ഒരു തരാം. അല്ല, ഇപ്പൊ വേണമെന്നില്ല. തങ്കമണി വാസാറിനോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് തന്നാ മതി. നല്ല ചേലായി. ഡോക്ടർ ചോദിച്ചിട്ട് മാല തരാതെ സമ്മതം ചോദിക്കാൻ ചെന്നാ ആദ്യം തല്ലു കൊള്ളുന്നത് എനിക്കായിരിക്കും. രണ്ടാളെ ഒരു ദിവസം വിളിച്ച് ഡിന്നർ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹള. ദാ കൊണ്ടുപോയിക്കോളൂ. എങ്ങനെയുണ്ട്? സുന്ദരിയല്ലേ ഞാൻ? ഐശ്വര്യ റായുടെ സൗന്ദര്യവും കല്ലുവാതുക്കൽ താത്തായുടെ സ്വഭാവവും ഉണ്ടായിട്ട് എന്തടി കാര്യം? മതി, കൊണ്ടുപോയി കൊടുത്തേക്ക്. ഞാൻ കല്യാണത്തിനുമില്ല കാതൂത്തിനുമില്ല. അല്ല, നീ ഇങ്ങനെ. അയ്യോ ദേ അവള് പിണങ്ങി. നിനക്ക് ഐശ്വര്യ റായുടെ സൗന്ദര്യം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു തെറ്റാ. അതിൻ്റെ കൂടെ വേറൊന്നും കൂടി പറഞ്ഞല്ലോ, അത് മറന്നോ? എന്തു പറഞ്ഞു എന്ന്? ഞാനൊന്നും പറഞ്ഞില്ല. നീ ഇതങ്ങോട്ട് പിടിച്ചേ. എരവ് വാങ്ങിയതാണെങ്കിലും മഹാലക്ഷ്മിയാ, മഹാലക്ഷ്മി. പിന്നെ ഈ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇബ്രാഹിംകുട്ടിയുടെ വീട്ടിൽ കല്യാണത്തിന് ചെന്ന് അവിടെയുള്ളവരെ ഒന്നും വെറുതെ പേടിപ്പിക്കണ്ട. ഇതെല്ലാം ജെയിംസിന്റെ വീട്ടിലെത്തുന്ന ആഷ്പോഷ് ഡോക്ടർമാരെ ഞെട്ടിക്കാൻ ഉപയോഗിച്ചാൽ മതി. എനിക്ക് ഈ മാല അവിടെ ഇടണം. മാല നീ ഇട്ടോ, പക്ഷെ ആരോടും നമ്മൾ വാങ്ങിയതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. നാളെ അവരെങ്ങാനും വന്ന് കല്യാണത്തിന് പോവാൻ മാല ചോദിച്ചാൽ നമ്മൾ കുഴങ്ങിയില്ലേ? എന്നിട്ട് മാല എവിടെ? അയ്യോ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്. നിനക്ക് നല്ല നല്ല പയറ് ഫ്രിഡ്ജിൽ വെക്കി. പൊന്നെല്ലാം ഗൾഫീന്നാ. അജബേ, അജബേ, എന്തോ ഉമ്മ? എത്ര മണിക്കാ ഇബ്രാഹിം കുട്ടിക്ക് അവിടുന്ന് പ്ലെയിൻ? ഞാൻ എത്ര പ്രാവശ്യം ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ 4 മണിക്കാ അവിടുന്ന് ഫ്ലൈറ്റ്. 10 മണി കഴിയും ഇവിടെ എത്തുമ്പോ. ഒന്ന് പറഞ്ഞു കൊടുക്ക സൈനബാത്ത. നിങ്ങളൊന്ന് വെറുതെ ഇരിക്കേണ്ട താത്ത. ഓ ഇങ്ങോട്ടെന്നല്ലേ വരുന്നത്? അനക്കറിയില്ലേ സൈനബ എന്റെ വിഷമം. 10 വർഷമായി ഓൻ ഇവിടുന്ന് പടിയിറങ്ങി പോയിട്ട്. ഉമ്മ, എന്താ മോളെ? ഇതാ ഉമ്മ എന്റെ മൂത്ത മോൻ. ആരേ? എന്റെ ഡോക്ടറാ? അല്ല, സുബുവും കുട്ടികളും ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് ഉമ്മാന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞത് ശരിയാ. ഇന്ന് എന്റെ കണ്ണിന് നല്ല തെളിച്ചമുണ്ട്. ഇബ്രാഹിം കുട്ടി അവിടുന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അതല്ലേ കാര്യം. ഇവനെ ഇന്ന് ഞാൻ. ഉമ്മ സമയായി. ആ ചായനെ മൈലാച്ചിക്ക് ഇരുത്തേണ്ട സമയായി. വാ വാ വാ. ആരാ നിങ്ങള്? ഞാൻ പൂക്കോയ, ഇബ്രാഹിം കുട്ടിയുടെ കൂട്ടുകാരനാ. ഇങ്ങോട്ട് കല്യാണത്തിന് വരാൻ ഒരുക്കി നിൽക്കുമ്പോഴാ സൗദിയിൽ നിന്നൊരു ഫോൺ വന്നത്.
താമസ സ്ഥലത്ത് നിന്ന് റിയാദ് എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ഇബ്രാഹിംകുട്ടി സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റ് ആയി. ആള് മിണ്ടി പോവരുത്. താൻ എന്താ വിചാരിച്ചേ? എന്ത് തോന്നിയോസം ഇവിടെ ഒന്ന് പറയാന്നോ? അങ്ങോട്ട് നോക്കിയേ, എന്റെ ഇളയ കുഞ്ഞിന്റെ കല്യാണം അവിടെ നടക്കണത്. അവളെ പൊട്ടിക്കരയിക്കാൻ പാകത്തിൽ എന്തെങ്കിലും താ പറഞ്ഞ തന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. 1.5 മണിക്കൂറെ ഞാൻ ഇട്ടിട്ടൊന്ന് നിൽക്കണു. ഒന്ന് പറയാൻ, ഒന്നറിയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഈ സന്തോഷത്തിന്റെ പൂത്തിരി കുത്തിക്കെടുത്താൻ നീ എന്നെ തന്നെ പറഞ്ഞു വിട്ടല്ലോടാ ഇബ്രാഹിംകുട്ടി, എന്നെ തന്നെ പറഞ്ഞു വിട്ടല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച തമ്പുരാൻ മരണപ്പെട്ടവന്റെ ആഖിറവും ഖബറും വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. ഇതിപ്പോ വല്ലാത്തൊരു അഗ്നിപരീക്ഷ ആയിപ്പോയല്ലേ എന്റെ റബ്ബേ. പടച്ചോന്റെ വിധിയാ. എന്നാലും അദബിയായോടും കുട്ടികളോടും ഇതെങ്ങനെ പറയാ? വേണ്ട, നിക്കാഹ് കഴിയണവരെ ഈ വിവരം മറ്റാരും അറിയണ്ട. പെൺകുട്ടീനെ കൈപിടിച്ചേൽപ്പിക്കാൻ ഉപ്പയില്ലാത്ത സ്ഥിതിക്ക് മാമാമാരായാലും ചടങ്ങ് നടക്കും. അതെ, ഇബ്രാഹിംകുട്ടിയുടെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊന്ന് ആലോചിക്കണം. 10 വർഷം ഗൾഫിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു. ഇവിടെയാണെങ്കിൽ ഈ കല്യാണം കഴിയുമ്പോൾ ബാധ്യത ഉറപ്പാ. അങ്ങനെ പറയരുത്. 10 വർഷമായിട്ട് അവനൊന്ന് കാണാൻ കാത്തിരിക്കുക ആ ഉമ്മ. അവന്റെ മയ്യത്ത് മുഖമെങ്കിലും അവരൊന്ന് കണ്ടോട്ടെ. ഡോക്ടർ ഇതിൽ ഇടപെടണ്ട. മയ്യത്ത് നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ 2-3 ലക്ഷം രൂപ ചെലവാകും. ആ പണവും കമ്പനി കൊടുക്കുന്നത് എന്തെങ്കിലും കൂടി കൂട്ടിയാ ഈ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടും. മാത്രമല്ല, ഓൻ ആ പുണ്യഭൂമിയിൽ അടങ്ങുകയും ചെയ്യും. എടാ ഇബ്രാഹിംകുട്ടി, ഇത് ഞാനാ, നിന്റെ കൂട്ടുകാരൻ ഹോമിയോ ഡോക്ടർ ഭാഗവൻ പിള്ള. നിനക്ക് നല്ലൊരു വീട് വെച്ച് തരാം. നിന്റെ മക്കളെയൊക്കെ പൊന്നും പണവും കൊടുത്ത് കെട്ടിച്ചയക്കാം. പോരാത്തതിന് നല്ലൊരു ബാങ്ക് ബാലൻസും തരാം. നീ ഒന്ന് കെട്ടിത്തൂങ്ങി ചാകാമോ എന്ന് ആരെങ്കിലും ചോദിച്ചാ നീ ചെയ്യുമായിരുന്നോ? സത്യത്തിൽ അത് തന്നെയല്ലടാ നിനക്ക് സംഭവിച്ചത്. ശാലു, ഇതിന്റെ കൊളുത്തിട്ടതാ. ദൈവമേ, ഇതുപോലൊരെണ്ണം എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഇതുവരെ കൊടുത്തില്ലേ? എവിടെ നോക്കട്ടെ. കൊള്ളാടി. ഡോക്ടറെ, ഡോക്ടറെ, അമ്മേ, എന്താ? ചേച്ചേ, ചേച്ചേ, ആരെങ്കിലും ആദ്യം നിന്ന് കേൾക്കുന്നുണ്ടെ കേട്ടോ. എനിക്ക് കാശ് കിട്ടിയിട്ട് 3 മാസമായി. ഈ 30-ാം തീയതിയെങ്കിലും എനിക്ക് എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഈ പണി ഞാൻ നിർത്തും. ലോകത്തുള്ള മാസികയെല്ലാം വേണം, കാശും ഇല്ല. അമ്മ എന്താ പത്രക്കാരന് പൈസ കൊടുക്കാത്ത? അവനെ മലയാള മനോരമയുടെ ഓണറാന്ന വിചാരം. കുറച്ചു ദിവസം നടക്കട്ടെ.
നിങ്ങൾ പോയി കാർ വന്നാ നോക്കിയേ. സുബ്ബലക്ഷ്മി. ദാ വരണു. ആ നിങ്ങൾ ഒരുങ്ങിയോ? എന്താ ഭാർഗവേട്ടൻ പോരുന്നില്ലേ? പൊന്നും പണവും കൊടുത്തയച്ച ഒപ്പം മയ്യത്തായി പോയിന്ന് നിക്കാഹ് കഴിഞ്ഞ ഉടനെ അറിഞ്ഞ ആ കുഞ്ഞിന്റെ മുഖം എന്റെ കണ്ണീന്നും മായനില്ല. നീ ജെയിംസിനോട് പറഞ്ഞാ മതി, എനിക്ക് തീരെ സുഖമില്ല. അമ്മേ കാർ വന്നു. ഹാ, ഇപ്പൊ നിങ്ങളെ 3 പേരെയും കണ്ട ആരും പറയും അത് ഡോക്ടറുടെ ഭാര്യയും മക്കളും ആണെന്ന്. സത്യത്തിൽ നീ പറയുന്നത് തന്നെയാണ് ശരി. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? വാ, അച്ഛൻ കൊണ്ടാക്കി തരാം. വാ, നടക്ക. പിന്നെ അവിടെ പോയിട്ട് വലിയ ചാട്ടവും കളിയൊന്നും വേണ്ട കേട്ടാ. ഭാർഗവേട്ട പോയിട്ട് വരും. പതുക്കെ പോയാ മതി കേട്ടോ.